ലോകത്തിലുള്ള എല്ലാ സെൻറ്ററുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അഭ്യാസീസ് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഇന്ന് നമ്മൾ അഭ്യാസികൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാം. അതിന് മുമ്പായിട്ട് മാസ്റ്റർ ഇപ്പോൾ വളരെ അടുത്ത കാലത്തായിട്ട് പല അഭിമുഖങ്ങളും അതുപോലെ പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അത് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള സന്തുലിതാവസ്ഥയാണ്. ഇത് പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തൊരു ആശയമാണ്. നമ്മളൊരു പക്ഷി പറന്നു പോകുന്ന പോലെ രണ്ട് ചിറക്, ഭൗതികം ആത്മീകം എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും നമുക്ക് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ കാണാം. അപ്പോൾ ഭൗതിക ജീവിതത്തിന് വേണ്ടി ആത്മീയ ജീവിതമോ ആത്മീയ ജീവിതത്തിന് വേണ്ടി ഭൗതിക ജീവിതമോ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടും. ഈ ബാലൻസ് നഷ്ടപ്പെട്ട ഒന്നും എല്ലാം നാശത്തെ അഭിമുഖീകരിക്കുന്നതാണ്. ബാലൻസ് ഉള്ളത് മാത്രമേ സൃഷ്ടിയിൽ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇത് വളരെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തുടക്കം മുതലുള്ള ഒരു തത്വമാണിത്. അപ്പോൾ ദാജി എന്ന് പറയും, നമ്മളിപ്പോൾ മെഡിറ്റേഷൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആഴത്തിൽ നമ്മൾ മെഡിറ്റേഷനിൽ മുഴുകുന്ന സമയത്ത് അന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഉദാസീനത തോന്നും, ഒന്നും ചെയ്യാൻ തോന്നില്ല. ചിലപ്പോൾ രാവിലെ ഒരു ആഴത്തിൽ 1 മണിക്കൂർ ധ്യാനിച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഓഫീസിൽ പോകണ്ടേ സംശയിക്കും. അവിടെ തന്നെ ഇരിക്കാൻ തോന്നും, ചിലപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങാൻ തോന്നും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഭൗതിക ജീവിതത്തിൽ താൽക്കാലികമായിട്ടുള്ള സ്നേഹപൂർവ്വമായിട്ടുള്ള താല്പര്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് ബാലൻസ് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ സാധനയുടെ തുടക്കത്തിൽ നമ്മൾ 1ാമത്തെ ചക്രത്തിൽ നിന്ന് 2ാമത്തെ ചക്രത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 2ാമത്തെ ചക്രം എന്ന് പറഞ്ഞാൽ ആത്മചക്രയാണ്. അപ്പോൾ ആത്മചക്രയുടെ സ്വഭാവം ശാന്തിയാണ്. ആ ശാന്തി വളരെ ആഴത്തിൽ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആ ആത്മീയതയുടെ ആ ശാന്തിയിൽ തന്നെ ഇരിക്കാൻ തോന്നും. പുറത്തു വന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ചിലപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മളെ ഭൗതിക കാര്യങ്ങളിൽ എന്തെങ്കിലും ആളുകൾ ഇടപെടുത്തുക, കുടുംബത്തിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ ആത്മീയ അന്തരീക്ഷത്തിൽ മുഴുകിയതുകൊണ്ട് ആ ദേഷ്യം വരുന്നത് സ്വാഭാവികമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് തെറ്റ് പറ്റുന്നത്, അത് സ്വാഭാവികമല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആത്മീയതയിൽ നമ്മൾ ആഴത്തിൽ മുഴുകി ഭൗതികതയിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുക. അപ്പോൾ അത് കറക്ഷൻ ആവശ്യമുണ്ട്. അപ്പം അങ്ങനത്തെ ഉദാസീനത എന്ന് പറയുമ്പോൾ നമ്മൾ അതിനാണ് ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്തയും കൂടി നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 2ാമത്തെ ചക്രത്തിൻ്റെ എഫക്റ്റാണത് ഈ ശാന്തി അശാന്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമ്പോൾ റിസപ്റ്റർ അടുത്ത് പോയി ഒരു സിറ്റിംഗ് 1-2 സിറ്റിംഗ് എടുത്താൽ ഈ 2nd ചക്രയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഇഫക്റ്റ് പിന്നെ ഉണ്ടാവില്ല. ഈ
ഉദാസീനത നമ്മുടെ ജീവിതത്തിൽ ബാധിക്കില്ല. നമ്മൾ മാസ്റ്ററെ നോക്കിയാൽ മതി, എപ്പോഴെങ്കിലും ഉദാസീനനായിട്ടിരിക്കുന്ന അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ? അതുപോലെ സത്സംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹം പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ കുറേ നേരം അങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നും. പക്ഷേ അദ്ദേഹം ഉടനെ തന്നെ സാധാരണ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണാം. ഇതാണ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ ഈ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ബാലൻസ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അത് ഈയിടെയായിട്ട് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഡിസൈനിങ് ഡെസ്റ്റിനി എന്നുള്ള പുസ്തകം, ഭാഗധേയത്തിൻ്റെ രൂപകൽപ്പന, ആ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഗ്രാഫാണ് അതിൽ കാണുക. 3-4 വയസ്സാകുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിന് എപ്പോഴും അച്ഛനെ നിർബന്ധിക്കും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധോത്തി പിടിച്ചുകൊണ്ട് പോകും, അമ്പലത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ വിടില്ല ആൾ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവുക വരിക ഇത് അദ്ദേഹത്തിന് 3-4 വയസ്സുള്ള സമയത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ അമ്മയാണ് അങ്ങനെ പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10-11 വയസ്സായ സമയത്താണ് അദ്ദേഹം ആദ്യമായിട്ട് രാമകൃഷ്ണ പരമഹംസരുടെ ഈ രാമകൃഷ്ണ വചനാമൃതം വായിക്കണം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ചെറിയ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. രാമകൃഷ്ണ പരമഹംസരുടെ സൂക്തങ്ങൾ, വിവേകാനന്ദ സൂക്തങ്ങൾ, ചെറിയ പുസ്തകങ്ങൾ. അപ്പോൾ അത് അദ്ദേഹത്തിനെ വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നാറുണ്ട്, അദ്ദേഹത്തിനെ പോലെ രാമകൃഷ്ണ പരമഹംസരെ പോലെ ഒരു ഗുരുവിനെ കിട്ടിയില്ലല്ലോ, ഞാൻ ചിലപ്പോൾ തെറ്റായിട്ടുള്ള സമയത്തായിരിക്കാം ഭൂമിയിൽ ജനിച്ചത് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നാറുണ്ട്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസരുടെ പരിശുദ്ധത, അദ്ദേഹം ഓരോ പ്രാവശ്യവും കാളി മാതാവിനെ വിളിക്കുമ്പോൾ അവർ ഒരു സമയത്തിൻ്റെ പരിധിയില്ലാണ്ട് പ്രത്യക്ഷമാവും. അദ്ദേഹത്തിന് എപ്പോൾ എന്ത് നിർദ്ദേശങ്ങൾ വേണമെങ്കിലും കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ പരിശുദ്ധി കൊണ്ടാണ്, ഹൃദയത്തിൻ്റെ പരിശുദ്ധി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിനെ ആകർഷിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം വിവേകാനന്ദൻ വരുന്നതും സാധാരണ യുവാക്കൾ ചോദിക്കുന്ന പോലെ ഈശ്വരനുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിന്നെ കാണുന്ന പോലെ എനിക്ക് ഈശ്വരനെ ദർശിക്കാൻ കഴിയുമെന്നാണ് രാമകൃഷ്ണ പരമഹംസർ പറയുന്നത്. അപ്പം എന്നാൽ അതെനിക്ക് അനുഭവം വേണം എന്ന് പറയുമ്പോഴാണ് അതിൽ പറയുന്നത് രാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിൻ്റെ ഇടതുകാലിൻ്റെ തള്ളവിരലുകൊണ്ട് വിവേകാനന്ദൻ്റെ നെഞ്ചിൽ അമർത്തി. അപ്പോൾ തന്നെ അദ്ദേഹം സമാധിയിലേക്ക് പോയി. മണിക്കൂറുകൾ കഴിഞ്ഞ് രാമകൃഷ്ണ പരമഹംസർ തട്ടി വിളിച്ചപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അതോടുകൂടി നരേന്ദ്രൻ എന്നുള്ള യുവാവ് വിവേകാനന്ദ സ്വാമികളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംപ്രേഷണമാണ് ചെയ്യുന്നത് അവിടെ, ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹൂതിയാണ്. അപ്പോൾ അപൂർവമായിട്ട് ഗുരുക്കന്മാർ ശിഷ്യന്മാരിൽ പ്രയോഗിച്ചിരുന്ന പ്രാണാഹൂതിയാണ് ഇന്ന് ഹാർട്ട്ഫുൾനെസ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് സാധാരണക്കാരായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള പരിശീലകരെ മാസ്റ്റർ ഉപയോഗിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു 18-19 വയസ്സായപ്പോഴാണ് അദ്ദേഹം വിവേകാനന്ദ സ്വാമികളുടെ മാതിരി പരിവ്രാജകനാകാം എന്ന് പറഞ്ഞിട്ട് വീട് വിട്ട് പോകുന്നത്. ഒരു ദിവസത്തേക്ക് ഉണ്ടായുള്ളൂ. അതൊക്കെ നിങ്ങൾ ആ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള നർമ്മദാ നദിയുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കുറേ സന്യാസിമാർ കൂടിയിരിക്കുന്നിടത്ത് പോയി അതിലെ ഹെഡായിട്ടുള്ള സന്യാസിയുടെ പിന്നാലെ കൂടി ഇദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേ സേവനം ചെയ്യാം, എനിക്ക് ആത്മീയ പുരോഗതി വേണം, അത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ, സന്യാസിയാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ വയസ്സായ ആളാണ്, അദ്ദേഹം ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് അറിഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല ആത്മീയതയിൽ. മാത്രമല്ല ഈ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചാൽ എന്നെ ആരും തിരിച്ചറിയ പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ
കഴിയുന്നു എന്നേ ഉള്ളൂ. നിൻ്റെ ആഗ്രഹം സഫലമാകും, നിനക്ക് യോജിച്ചൊരു ഗുരുവിനെ കിട്ടുന്നതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാം. ഇപ്പോൾ ദാജി പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതം ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു. ഇപ്പോൾ വീട്ടിൽ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ആർക്കും മനസ്സിലായിട്ടൊന്നുമില്ല, ഇങ്ങനെ സന്യാസിയാവാൻ വേണ്ടി പരിവ്രാജകനായിട്ട് പോയി വൈകുന്നേരം തിരിച്ചു വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫാർമസി കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയാണ്, അവിടുന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം ദ്രൗപദി ബഹൻ അഗർവാൾ എന്നുള്ള ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രിസെപ്റ്റർ അടുത്ത് പോയിട്ട് സിറ്റിംഗ് എടുക്കുന്നത്. ഈ പരിവ്രാജകനായിട്ട് പോയിട്ട് അവിടുന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് ഈ ഫസ്റ്റ് സിറ്റിംഗ് സംഭവിക്കുന്നത്. പിന്നെ ഹാർട്ട്ഫുൾനെസ് യാത്രയാണ്. അപ്പോൾ എന്തതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, ഈ സിറ്റിങ്സ് എടുത്ത് കുറച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അദ്ദേഹത്തിനോട് പ്രണയം ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് അവരോടും പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. രണ്ടുപേർക്ക് അറിയാം ഉണ്ടെന്ന്. അപ്പോൾ സാധാരണ ഈ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുക ആൺകുട്ടികളല്ലേ. പക്ഷെ അദ്ദേഹം മുൻകൈ എടുത്തില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഭൗതിക ജീവിതത്തിൽ താൽക്കാലികമായിട്ടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു കൺഫ്യൂഷൻ മതി, ഇത് വേണോ വേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം പറയും, ഞാനതുകൊണ്ട് പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, അത് വേറെ കല്യാണം കഴിച്ച് പോയി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മളോട് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രേമത്തെക്കുറിച്ച് പറയണതിനാ, അത് ഈ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ബാലൻസ് ഓരോ സാഹചര്യത്തിലും നമ്മൾ ശ്രദ്ധയോടെ സൂക്ഷിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രണയകഥകൾ പറഞ്ഞ് നമ്മളെ രസിപ്പിക്കാനില്ല. അപ്പോൾ നേരത്തെ രണ്ടാമത്തെ ചക്രത്തിലെ ഉദാസീനതയാണ് അത് കണ്ടെത്തത്. അപ്പോൾ താൽക്കാലികമായിട്ടൊരു ഇൻട്രസ്റ്റ് പോവുക. അപ്പോൾ അത് നോർമലല്ല എന്നുള്ളത്. ഇതെന്താ ഞാൻ പറയാം, കാരണം പലരും ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ആ തുടക്കകാലങ്ങളിൽ ആ ഡീപ്പായിട്ടുള്ള ഒരു മുഴുകൽ അനുഭവിക്കുമ്പോൾ വീട്ടിലെ ആളുകളോടൊക്കെ ഇടപെടുമ്പോൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരിക. ഇവരൊക്കെ എന്താണ് ഈ ഭൗതിക കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നത്, ആത്മീയതയിലെ കാര്യം എന്നൊക്കെയുള്ള ഒരു ബാലൻസ് ഇല്ലായ്മ പ്രകടമാവും. അപ്പോൾ അത് നമ്മുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക എന്ന്. അപ്പോൾ ദാജി പറയും, ആശ്രമത്തിലേക്ക് പലപ്പോഴും ഇപ്പോൾ കാൻഹ ശാന്തിവനത്തിൽ ഒരുപാട് ആൾക്കാർ ദിവസേന വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, അവരെ കണ്ടാൽ നമുക്ക് തോന്നുന്നത് പലപ്പോഴും ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് ആത്മീയതയുടെ ഒരു മുഖംമൂടിയിട്ട് തണിയും അവർ. ഭൗതികമായിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ആത്മീയതയുടെ മുഖംമൂടി ഉണ്ടാവും, താൽക്കാലികമായിട്ടുള്ളത്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് അവരെ കൈകാര്യം ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ആക്ച്വലായിട്ടുള്ളത് എന്താണെന്നല്ല, അതൊരു നാട്യമാണ്. ചില സമയത്ത് അദ്ദേഹം പറയും, ഇവിടെ വന്നിട്ട് പലരും ഫോണും അതുപോലെ തന്നെ പലരും പല ഉദ്ദേശത്തിലാണ് കാൻഹ ശാന്തിവനത്തിൽ പോവുക. ചിലർ ചെറുപ്പക്കാരാണെങ്കിൽ അയാൾക്ക് പറ്റിയൊരു പാർട്ട്ണറെ കിട്ടാനായിരിക്കും. ചിലപ്പോൾ സത്സംഗം തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ദാജി എന്ത് വെച്ചാൽ സത്സംഗം നടക്കുന്നുണ്ടാവും, വേറെ ഏതെങ്കിലും പ്രിസെപ്റ്റർമാരെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ റൗണ്ട് അടിക്കും, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ പറഞ്ഞു വിടും ആശ്രമത്തിൽ, നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മുഴുവനായിട്ടും ഇതിൽ മുഴുകുക, എന്നിട്ട് മാസ്റ്റർ തരുന്ന ആധ്യാത്മിക നില നമ്മൾ സ്വാംശീകരിക്കുക. പിന്നീട് ആ ആധ്യാത്മിക നില കൊണ്ട് ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുക, അത് നഷ്ടപ്പെടുത്താണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം പറയും, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ, ബാബുജി മഹാരാജ് എപ്പോഴും പറയാറുണ്ട്, അത്ര നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് എന്നെ സ്മരിക്കുന്നതാണ്
ആശ്രമത്തിൽ വന്നിരുന്നുകൊണ്ട് വീടിനെ സ്മരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ മാസ്റ്റർ അവിടെ ഇരുന്ന് സ്മരിച്ചാൽ മതി. അതാണ് കൂടുതൽ ഫലപ്രദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്? ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ബാലൻസ്. ആ ബാലൻസിൻ്റെ ബൗണ്ടറി ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ ബൗണ്ടറി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതിനാണ് ഈയിടെ പറയുന്ന പല പ്രഭാഷണങ്ങളിലും അതുപോലെ പലരുമായിട്ട് അഭിമുഖം നടത്തുമ്പോഴും ഈ സന്തുലിതാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ട്. അതാണ് ഒന്ന്. മറ്റൊന്ന്, ഈ സന്തുലിതാവസ്ഥയോട് ബന്ധപ്പെടുത്ത തന്നെ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ വരുമ്പോൾ ഏത് കാര്യത്തിലും ഈ ശരീരവും മനസ്സും ഹൃദയവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്കില്ല്, ഒരു കാര്യക്ഷമത പ്രകടമാക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ദ്യാജിയെ കണ്ടു കഴിഞ്ഞാൽ അതിന് വലിയൊരു എക്സാമ്പിൾ. അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനാണ്, ഇപ്പോഴുമാണ്. അതുപോലെ പല പല ഐഡിയകളാണ് അദ്ദേഹം. ഹോസ്പിറ്റൽ, അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൃഷി, ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ് കൃഷി. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഗവൺമെൻറ്റിനും ഇതിൽ നമ്മുടെ മിഷനിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ്. കാരണം പല മേഖലയിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും ഈ ആത്മീയതയിൽ നിന്ന് കിട്ടുന്ന ഉൾവിളി നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ചിലർ ചോദിക്കും, നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരെ, എന്തിനാണ് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ബിസിനസ്സിലും അതുപോലെ സ്കൂളിൽ നടത്തുന്നതിലും കൃഷിയിലും? ഇപ്പോൾ നമ്മളെ HFN ലൈഫ് എന്ന് പറഞ്ഞ സംഗതിയിൽ എന്ത് പ്രോഡക്ട്സ് വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും, മിഷനിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ബിസിനസ്സിലേക്ക് കടക്കണമെന്ന് തോന്നും. അപ്പോൾ ഈ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അങ്ങനത്തെ ഒരു വേർതിരിവില്ല എന്ന് മനസ്സിലാക്കാനും, മാത്രമല്ല നമ്മുടെ ആന്തരിക ലോകത്തിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം ഭൗതിക ജീവിതത്തിന് മാത്രമല്ല, 360 ഡിഗ്രിയിലും ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഈ കാര്യക്ഷമത നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ അഭ്യാസികൾക്ക് തന്നെ ഒരു ആശയക്കുഴപ്പമാണ്. മുമ്പ് നമ്മുടെ മിഷൻ പ്രവർത്തിച്ചിരുന്ന മാതിരിയല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പല ഭൗതിക കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ദാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഇപ്പോൾ ഒരു വലിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ, ഏറ്റവും നല്ല ഡോക്ടർമാർ, എന്തിനു പറയണോ ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാർ. അദ്ദേഹം പറയും, ഈ പണമുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിലൊക്കെ മോശമായിട്ടുള്ള ആൾക്കാർ മാത്രം വന്നു പെട്ടാൽ എന്തുണ്ടാവും? നമ്മുടെ സമൂഹം കൂടുതൽ അധപ്പതിക്കുള്ളൂ. അപ്പോൾ ആ മേഖലയിലും മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ വരണം. അപ്പോഴേ ആ മേഖല സംശുദ്ധമാവുള്ളൂ. അപ്പോൾ അദ്ദേഹം യുവാക്കളോട് പറയും, നിങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ മടിക്കരുത്. അപ്പോൾ പക്ഷെ അത് വല്ലാത്ത അഴിമതിയുടെ ഫീൽഡല്ലേ എന്ന് വെച്ചാൽ തുടക്കകാലത്ത് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. കുറച്ച് നിങ്ങൾ അതേ ധാർമ്മികത വെച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കപ്പെടും. ഒരുപാട് അഴിമതിയുള്ള ആളുകളുടെ ഇടയ്ക്ക് ഒരാൾ സംശുദ്ധിയുള്ള ആളാണെങ്കിൽ മറ്റുള്ളവർക്ക് അയാളെ പേടിയായിരിക്കും. അപ്പോൾ ദാജിയുടെ ഏരിയ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ആത്മീയത കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മളൊരിക്കലും ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻസിനെ ഉണ്ടാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി വേണമെന്നും ഏതെങ്കിലും ആത്മീയ സംഘടനകൾ ആലോചിക്കണം. അപ്പോൾ അദ്ദേഹം പറയും, പണം സമ്പാദിക്കുക, അവിടെയും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ വേണം. അല്ലെങ്കിൽ എന്താ, പണം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. അത് തെറ്റായിട്ടുള്ള ആളുകളുടെ കയ്യിൽ പോയാൽ എന്താണ്ടാവും? തെറ്റായ രീതിയിൽ അത് ഉപയോഗിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇതിനൊക്കെ പ്രായോഗികമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ദാജിയുടെ ലൈഫ്, ഇപ്പോഴത്തെ മാസ്റ്റർ ലൈഫ്. ഇതുവരെ ഉണ്ടായിരുന്ന മാസ്റ്റേഴ്സിലെ ഏറ്റവും പണക്കാരനായിട്ടുള്ള ആളത്. ഒരുപക്ഷെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കും നമുക്ക് കാണിച്ചു തരാം ഇതാണ് ശരിക്ക് സന്തുലിതാവസ്ഥ.
അപ്പോൾ അദ്ദേഹം പറയും ഇത് ഇന്നും നിലയുള്ള കാര്യമല്ല. മഹാഭാരതത്തിൽ പോലും രാജാക്കന്മാർ എന്തെങ്കിലും കാര്യത്തിൽ സംശയം വന്നാൽ അത് ഭൗതികമായാലും ആത്മീയമായാലും ഋഷികളെയാണ് വിളിച്ചിട്ട് ചോദിക്കുക എന്താണ് സംഗതി എന്നുള്ളത്. ഇപ്പോൾ മഹാഭാരതത്തിൽ ദുര്യോധനൻ ജനിച്ച സമയത്ത് പ്രകൃതിയിലൊക്കെ അസ്വസ്ഥതകളുണ്ടായി, ദുസ്സൂചനകൾ. ആനകളൊക്കെ ചിഹ്നം വിളിക്കുന്നു, പശുക്കളൊക്കെ പാൽ ചുരത്തുന്നതിന് പകരം രക്തം ചുരത്താൻ തുടങ്ങി, കുതിരകളൊക്കെ വല്ലാതെ അസ്വസ്ഥമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, കൊടുങ്കാറ്റ്, മഴയൊക്കെ വരാൻ തുടങ്ങി, സാധാരണ അല്ലാത്ത കാര്യങ്ങൾ. ഈ ദുസ്സൂചനകൾ കണ്ടപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് വ്യാസനെ വിളിച്ചു വരുത്തി, കാട്ടുന്ന അദ്ദേഹത്തിനോട് വരാൻ പറയുന്നു. മഹർഷിയല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ചോദിച്ചു ഇത് എന്താതെന്ന് ചോദിച്ചു. അപ്പം ഭൗതികമായിട്ടുള്ള കാര്യത്തിലാണ് അഭിപ്രായം ചോദിക്കുന്നത്, ആത്മീയമായിട്ടുള്ള കാര്യമല്ലല്ലോ ഇത്, ആണോ? അല്ല. അപ്പോൾ വ്യാസൻ പറഞ്ഞു ഇത് ഇപ്പം ജനിച്ചിരിക്കുന്ന ഈ കുട്ടി ഈ കുലത്തിൻ്റെ അന്തകനാണ്. അപ്പോൾ ഈ കുലം നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒന്നുകിൽ അദ്ദേഹത്തിനെ കൊന്നുകളെ അല്ലെങ്കിൽ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്നാണ് പരിഹാരം പറഞ്ഞു കൊടുത്തു. പക്ഷേ ധൃതരാഷ്ട്ര പുത്രമോഹം കൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല. അതിന് ശേഷം അതുകൊണ്ടാണ് ആ കുലം പൊടിഞ്ഞു പോയത്. അപ്പോൾ കൊടുക്കുന്ന ഉദാഹരണം അതാണ്. ഭൗതികമായിട്ടുള്ള കാര്യത്തിലാണ് ഒരു ആത്മീയ ഗുരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. നമ്മളെല്ലാ സ്ഥലത്തും രാജാക്കന്മാരുടെ സദസ്സിൽ മഹർഷികളുടെ ജനക മഹാരാജാവ് അഷ്ടാവക്രൻ മഹർഷിയല്ലേ. അപ്പോൾ നമ്മളതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെന്തിനാണ് ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുന്ന ഈ മിഷൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആത്മീയതയുടെ സന്തുലിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ വേണ്ട മാതിരി ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ധാർമ്മികമായിട്ട് വേണം, പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ധാർമ്മികത നമ്മൾ വിട്ട് കളയാൻ പാടില്ല. ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഈശ്വരൻ എല്ലാത്തിനെയും ഒരേപോലെ കണക്ട് ചെയ്യുന്ന, എല്ലാത്തിനെയും നിലനിർത്തുന്നതായിരിക്കണം നമ്മൾ ചെയ്യുന്ന വ്യക്തിയുടെ പ്രവൃത്തി. ഇതിനോട് എല്ലാത്തിനും മാച്ച് ചെയ്യുന്നതായിരിക്കണം. എവിടെയെങ്കിലും ഒരു ചെറിയ വിടവ് വന്നാൽ അന്തരീക്ഷത്തിൽ ഡിപ്രഷൻ മാതിരിയാണ്, കൊടുങ്കാറ്റടിച്ച് എല്ലാം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ധർമ്മത്തിൻ്റെ പ്രിൻസിപ്പിൾ, എല്ലാത്തിനും നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ധാർമ്മികതയുടെ പോയിൻ്റ് എന്താണ്? എങ്ങനെ ധാർമ്മികത നിശ്ചയിക്കുക? ഹാർട്ട്ഫുൾനെസ്സിൽ അത് നമ്മുടെ ഹൃദയത്തിനായിട്ട് റെഫർ ചെയ്യുക. എന്താണ് ഓരോ സാഹചര്യത്തിലും ചെയ്യേണ്ടത് എന്നുള്ളത് ഹൃദയം നമ്മളോട് പറയും. അപ്പോൾ പലരും പറയും ഞാൻ ഹൃദയത്തിന് തോന്നിയിട്ടത് ചെയ്ത കാര്യം വളരെ അധാർമികമായിരിക്കും. അപ്പോൾ ഹൃദയത്തിനെയും മനസ്സിനെയും നമ്മൾ പരിഭാഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ തെറ്റാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ദുര്യോധനോ എന്താ പറയുക, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധർമ്മം ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിന് നല്ല സുഖമാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മനസ്സിനെ ക്രമീകരിക്കപ്പെട്ട മനസ്സ് വേണം. പരിശുദ്ധമായ ഹൃദയവും തമ്മിലുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് സിഗ്നൽസ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ദാജി പറയും 3 വയസ്സായ കുട്ടി പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗ്ലാസ് താഴെ വീണ് പൊട്ടി നിൽക്കുക. കുട്ടി ഉടനെ എന്താ ചെയ്യുക? കരയും. അത് എന്തിനാ കരയണ്? എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് അതിന് മനസ്സിലായി. അപ്പോൾ 3 വയസ്സായ കുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് സിഗ്നൽ വരുന്നതുകൊണ്ടാണ് അത് കരയണത്. ബാബുജി മഹാരാജ് സിമ്പിൾ എക്സാമ്പിൾ പറയും. നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് മോഹൻ എന്ന് പറയുന്നവരെ ഞാൻ മുരളി എന്ന് പറഞ്ഞു നിൽക്കുക. അപ്പം തന്നെ ഉള്ളിൽ ഒരു ഹാർട്ടിൻ്റെ ബീറ്റ് നഷ്ടപ്പെടും. ഈ വേറെ ആൾ ചോദിച്ചാൽ എൻ്റെ പേര് വിജയ് എന്ന് പറഞ്ഞു നിൽക്കുക. അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആന്തരിക സത്ത അത് ഡിസ്റ്റർബ്ഡ് ആവും. ഇതാണ് നമ്മൾ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുമ്പോഴും ഇടപെടുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. എന്താണ്? നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള ആരോഗ്യം നശിച്ചു. ഇത് തമ്മിലുള്ള പ്രപ്പോർഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഹൗജി എത്ര സിമ്പിളായിട്ടാണ് പറയണത്. നിങ്ങൾ ഒരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ഡോക്ടറാണെന്ന് പറയണത് അഹങ്കാരമല്ല. അതിനെ മറിച്ച് നിങ്ങളൊരു അധ്യാപകനാണ്, നിങ്ങൾ ഡോക്ടറാണെന്ന് പറയുകയാണെങ്കിൽ ഹൃദയം ചോദിക്കും ഇതെന്താ പ്രശ്നമുണ്ടല്ലോ എന്ന്. അപ്പോൾ ക്രമീകരിക്കപ്പെട്ട മനസ്സും ശുദ്ധമാക്കപ്പെട്ട ഹൃദയവുമാണ്
ഈ ധാർമ്മികതയുടെ ഡയറക്ഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ധർമ്മമൂർത്തികളായിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത്രയും ധാർമ്മികമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് അതല്ലാന്ന്, അങ്ങനെയല്ല, അങ്ങനെയാണ്. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൊട്ടാണ് ഈ ഗുരു പരമ്പര ആരംഭിക്കുന്നത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ലാലാജി, ബാബുജി മഹാരാജ്, ഇവരൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാം പ്രകൃതിയുടെ ഓരോ സമയത്ത് വരുന്ന ഒരു ശക്തികളാണ് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി. ഇവരെല്ലാം ധാർമ്മികതയെ ഉയർത്തി നിർത്തിയിരുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ദാജി പറയും, ഭഗവത്ഗീതയിൽ പറയണില്ലേ, എവിടെ ശ്രീകൃഷ്ണനുണ്ടോ അവിടെ ധർമ്മം ഉണ്ടാവും, എവിടെ ധർമ്മം ഉണ്ടോ അവിടെ വിജയം ഉണ്ടാവും. തിരിച്ചും പറയാം, എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട്, എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയം ഉറപ്പാണ്. അതേപോലത്തെ ഗുരുപരമ്പരയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുപരമ്പര നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദിവസേന അവരെ ധ്യാനത്തിലൂടെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ധാർമ്മികതയും വിജയവും വരാതിരിക്കാനുള്ള സാധ്യത തീരെ ഇല്ല. പലപ്പോഴും ഈ ക്രമീകരിക്കപ്പെടാത്ത മനസ്സും ശുദ്ധീകരിക്കാത്ത ഹൃദയം കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് കിട്ടുന്ന സിഗ്നലുകൾ തെറ്റായി പോകുന്നത്. അപ്പോൾ തുടക്കം തന്നെ എന്താണ്, ഈ പ്രാക്ടീസിൽ നിന്ന് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ ക്രമീകരിക്കണം മെഡിറ്റേഷനിലൂടെ, ശുദ്ധീകരണത്തിലൂടെ നമ്മുടെ മുദ്രകളെ നീക്കം ചെയ്ത് ഹൃദയത്തിനെ പരിശുദ്ധമാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷനിൽ ഒരു പരിപൂർണനായിട്ടുള്ള മനുഷ്യന് അപ്പോഴപ്പോൾ സിഗ്നൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതും ദാജി ഇങ്ങനെ ആവർത്തിച്ചിപ്പോൾ പല കാര്യങ്ങളിലും പറയുന്നുണ്ടത്. ഇതെല്ലാം ഒരു ഉൾവിളി പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക, ഒരു എന്താ പറയുന്നത്, ഇൻഡ്യൂഷൻ ഉൾവിളി തന്നെയല്ലേ പറയാം മലയാളത്തിൽ. ഓരോ സാഹചര്യം കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നത് ഉൾവിളിയായിട്ട് അതും അദ്ദേഹം വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഉൾവിളി അല്ലെങ്കിൽ ഇൻട്യൂഷൻ നമ്മുടെ ഉള്ളിൽ വരിക, എന്താണ് ശരിക്കുള്ള ഇൻട്യൂഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓരോ സാഹചര്യത്തിലും ശരിയായ വിവേകം എന്താണ് എന്നുള്ളത് ആ ഉൾവിളി നമുക്ക് കിട്ടണമെങ്കിൽ തുടക്കം തന്നെ നമുക്ക് വേണ്ടത് ബാലൻസാണ്. ഭൗതികവും ആധ്യാത്മികമായിട്ടുള്ള ബാലൻസ്, ശരീരവും മനസ്സും ഹൃദയവും തമ്മിലുള്ള ഒരു യോജിപ്പ്. ആ യോജിപ്പിൽ നിന്ന് തുടങ്ങും. പിന്നെ മെഡിറ്റേഷൻ എന്താ നമ്മൾ പറയാം, മനസ്സിൽ ഒരു ചിന്ത വയ്ക്കുക, നമ്മൾ ഹൃദയത്തിലെ ദിവ്യപ്രകാശം എന്നുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്, ആ മനസ്സിനെ അതികടന്ന് ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കാം. ഈ ഹൃദയത്തിലെ ദിവ്യപ്രകാശം ഒന്നും തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കലല്ല മെഡിറ്റേഷൻ. പിന്നെയോ അതിനെ അതികടന്ന് ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ബാബുജി മഹാരാജ് എന്ന് പറഞ്ഞു, മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു. ആത്മീയത അവസാനിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം തുടങ്ങുന്നത്. യാഥാർത്ഥ്യം അവസാനിക്കും, അപ്പോഴാണ് നമുക്ക് അനുഭൂതി ഉണ്ടാവുക, അല്ലെങ്കിൽ ആനന്ദം, സച്ചിദാനന്ദം ഉണ്ടാവുക. അവിടെയും ഹാർട്ട്ഫുൾനെസ് അവസാനിക്കുന്നില്ല. ആനന്ദം അവസാനിച്ച് നമ്മൾ നിതാന്ത ശൂന്യതയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ശൂന്യത അവസാനിച്ചു എന്നായിരിക്കില്ല, ശൂന്യതയ്ക്ക് അനേകം ലെയറുകളിൽ കൂടെ പോകാനുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു അവസാനമില്ലാത്ത ആത്മീയ പുരോഗതിയാണത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ആത്മീയ സമ്പ്രദായത്തിന് ഒരു അവസാനം ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ സമ്പ്രദായത്തിൽ എന്തോ പോരായ്മ ഉണ്ടെന്നാണ്. അപ്പം നിരന്തരമായിട്ടുള്ള പുരോഗതിയുടെ വഴിയായിരിക്കണം. അപ്പോൾ മതം അവസാനിക്കുക എന്നാണ് സാധാരണ പുസ്തകങ്ങളിലൊക്കെ എഴുതുകയെങ്കിലും മതം അവസാനിക്കുകയല്ല. മതം അവസാനിക്കുക എന്ന് നമ്മൾ തോന്നുന്നു, നമ്മൾ ജനിച്ച മതം നമ്മൾ പോയി തകർക്കണം, ആദ്യം തന്നെ ആത്മീയതയിലേക്ക് പ്രവേശിക്കണമെന്ന് നമുക്ക് തോന്നാം. അങ്ങനെയല്ല, മതത്തിനെ അതികടക്കുക എന്നർത്ഥം. അതായത് മനസ്സിനെ അതികടന്ന് ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് കടക്കണ പോലെ. അപ്പോൾ മതം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പരസ്പര വൈരുദ്ധ്യങ്ങൾ, മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ മനസ്സിലാണ്. അപ്പോൾ ആ മനസ്സിനെ അതികടക്കുമ്പോഴാണ് മതത്തിനെ അതികടന്ന് ആത്മീയതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ആത്മീയത എന്ന് പറയുന്നത് എന്താ, അനുഭവങ്ങളുടെ മേഖലയാണ്.
അനുഭവങ്ങളുടെ മേഖലയും അവസാനിക്കും. അപ്പോഴാണ് യാഥാർത്ഥ്യം തുടങ്ങുക എന്ന് പറയുന്നത്. യാഥാർത്ഥ്യത്തിൽ നമുക്ക് അറിയേണ്ടത്, ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയണം. അപ്പോൾ ഈ രണ്ട് മേഖലയിലും അതികടക്കുമ്പോഴാണ് ഈ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഉൾവിളി നമുക്കുണ്ടാവുന്നത്. മനസ്സിനെയും ആത്മീയത എന്ന് പറയുന്ന അനുഭവങ്ങളെയും അതികടക്കുമ്പോഴാണ് ഉൾവിളിയായിട്ട് നമുക്ക് എന്താണ് ആ സാഹചര്യം, യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക യാഥാർത്ഥ്യത്തിലെത്തി അവസാനിച്ചില്ല. യാഥാർത്ഥ്യവും കഴിഞ്ഞിട്ടാണ് ആനന്ദത്തിൻ്റെ മേഖല, സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കുന്നു, ആ നിലനിൽക്കുന്നു എന്നുള്ള ബോധം എനിക്ക് ആനന്ദം തരുന്നു. അപ്പോൾ സച്ചിത് ആനന്ദം, പ്രപഞ്ചത്തിലുള്ള എല്ലാത്തും സച്ചിദാനന്ദത്തിലാന്ന് പറയും. ഇപ്പോൾ ഈ സസ്യലതാദികളൊക്കെ ഉണ്ട്, അത് നിലനിൽക്കണു, അതിന് ബോധമുണ്ട്, അത് ആനന്ദത്തിലാണ്. പക്ഷിമൃഗാദികൾ അത് നിലനിൽക്കണു, അതിനും ബോധമുണ്ട്, അതും ആനന്ദത്തിലാണ്. മനുഷ്യനോ, മനുഷ്യൻ നിലനിൽക്കണു, അതിന് ബോധമുണ്ട്, പക്ഷെ അവന് ആനന്ദമില്ല. എന്താ കാരണം? നമ്മളെ ഭയം, ആഗ്രഹങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഇതെല്ലാം ചേർന്ന് സ്വാഭാവികമായിട്ടുള്ള നിലനിൽപ്പ് എന്നുള്ള ബോധം തന്നെ ആനന്ദം തരുന്നതിന് പകരം ആനന്ദം നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രമേ ആത്മീയ സാധനയുടെ ആവശ്യമുള്ളൂ, മറ്റ് ജീവജാലങ്ങൾക്ക് ആവശ്യമില്ല. അതിന് കാരണം അതാണ്. അപ്പോൾ നമുക്ക് ആത്മീയ സാധന ആവശ്യമുണ്ട്, കർമ്മഫലങ്ങളുടെ ഭോഗം നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാ? ഇതെല്ലാത്തിലും കൂടെ ആത്മാവിനെ പരിശുദ്ധാക്കി എടുക്കണം. അപ്പോൾ ഈ വസ്തുതകൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അവിടെയാണ് ആ ഉൾവിളി എന്ന് പറയുന്ന സംഗതി വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കണം, ഓരോ സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് മനസ്സിലാവണമെങ്കിൽ ഏത് മേഖലയിൽ അവർ ആത്മീയ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ മതം അതികടന്ന് ആത്മീയതയിലേക്ക് പ്രവേശിച്ച് ആത്മീയതയും അതികടക്കുമ്പോഴാണ് യാഥാർത്ഥ്യത്തിൻ്റെ മേഖല അല്ലെങ്കിൽ ഉള്ളത് ഉള്ള പോലെ നമുക്ക് മനസ്സിലാവുക. അവിടെയാണ് ഉൾവിളി വരുന്നത്. അപ്പോൾ കുറച്ച് പ്രോഗ്രസ് ചെയ്തതിൻ്റെ ശേഷം വരുന്നൊരവസ്ഥയാണത്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങി ഉടനെ തന്നെ എൻ്റെ ഹൃദയം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ നമ്മൾ കുഴപ്പത്തിൽ ചെന്ന് ദുര്യോധനെ പോലെ ആവാൻ സാധ്യതയുണ്ട്. എനിക്ക് ചെയ്യുമ്പോൾ സുഖമാണെന്ന്. ധർമ്മം എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ ഒരിക്കലും ചെയ്യില്ല കൃഷ്ണ. അധർമ്മം എന്താണെന്നും എനിക്കറിയാം, പക്ഷേ ഒരിക്കലും ചെയ്യാതിരിക്കില്ല. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയില്ലാത്ത അവസ്ഥ എന്നുണ്ടാവുന്ന പ്രചോദനമാണത്. അപ്പോൾ അതിനെ അത് പരിശുദ്ധിയാക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലെത്തിയപ്പോഴാണ് ശ്രീകൃഷ്ണൻ ഒരു നിലപാടെടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഇനി കൊല്ലുന്നതാണ് ഇദ്ദേഹത്തിനോട് ചെയ്യാവുന്ന ഒരു ദയാണ്. അങ്ങനെയാണ് യുദ്ധത്തിനുള്ള സംരംഭം ഉണ്ടാക്കുന്നത് അദ്ദേഹം. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥ. അപ്പോൾ രാജി പല സന്ദർഭങ്ങളിൽ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ച് ആ കാര്യം ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അദ്ദേഹം ഇപ്പോൾ പലരും പലതരത്തിലുള്ള സിദ്ധികൾ ഒക്കെ ആത്മീയ സമ്പ്രദായങ്ങളിൽ നിന്ന്, അത് വലിയൊരു ഇതിനെ മോടി പിടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കുണ്ടലിനി ശക്തി ഉണർത്തുന്നു ചില യോഗികൾ. അപ്പോൾ എന്നാൽ അവിടെ ഒന്ന് പോയി നോക്കാം. ചില യോഗ സമ്പ്രദായങ്ങൾക്ക് കുണ്ടലിനി യോഗ എന്നുള്ള പേരുണ്ട്, ഇല്ലേ? അപ്പോൾ അതെന്തോ വലിയൊരു ശക്തിയാണ്, അത് ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയാവും എന്നൊക്കെ വിചാരിക്കും. കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞിട്ട് യോഗ തന്നെ ഉണ്ട്. അപ്പോൾ ദാജിയുടെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, കുണ്ടലിനി യോഗയുണ്ടോ അവിടെ ഹാർട്ട്ഫുൾനെസ്സിൽ? അപ്പോൾ അദ്ദേഹം പറയുക, ബാബുജി മഹാരാജ് പണ്ട് പറഞ്ഞു അത്ര ഈ കുണ്ടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, രാമായണത്തിൽ രാവണൻ കുണ്ടലിനി ശക്തി ഉയർന്നിട്ടുള്ള ആളായിരുന്നു, ശ്രീരാമനും കുണ്ടലിനി ശക്തി ഉയർന്നിട്ടുള്ള ആളായിരുന്നു. ഈ രണ്ട് കുണ്ടലിനികളുടെ എഫക്റ്റ് എന്താണ്ടായത്? അവസാനം
അപ്പോൾ കുണ്ടലിനി ശക്തിയെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. എന്താണ്, എന്ത് ശക്തി ഉണർന്നാലും ഇപ്പോൾ രണ്ടുപേർക്കുണ്ടായിരുന്നു. ആ രാവണൻ്റെ ഉയർന്ന കുണ്ടലിനി ശക്തിയാണ് ഇത്ര ശക്തമായിട്ടുള്ള അധാർമികതയിലേക്ക് പോയത്, അവസാനം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കലാശിക്കുന്നു. ശ്രീരാമൻ്റെ കുണ്ടലിനി ശക്തിയോ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ ധാർമ്മികതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഈ ശക്തികളൊക്കെ നമുക്ക് എതിരെ മാറാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗുരുക്കന്മാരുടെ വിവേകം എന്ന് വെച്ചാൽ ഈ എല്ലാ ശക്തികളും മെഡിറ്റേഷനിൽ നമ്മുടെ ഉള്ളിൽ ഉണരുന്നുണ്ട് ശരിക്കും. പക്ഷെ അവർ നമുക്കത് ആ ഉണർന്നു എന്നുള്ള ബോധം തരാത്ത രീതിയിൽ അവർ നമ്മളെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അതിൽ അപകടമില്ല. ഇപ്പോൾ ബാബുജി മഹാരാജ് പറയും, കുണ്ടലിനി ശക്തിയേക്കാൾ ഉയർന്ന ഊർജ സ്രോതസ്സുകളുള്ള പോയിന്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. കുണ്ടലിനി താരതമ്യേന അതിൽ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ഊർജത്തിൻ്റെ പോയിന്റാണ്. അപ്പം അതിൽ മഹത്തായിട്ടുള്ള ഊർജ സ്രോതസ്സുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. പലതും ഹാർട്ട്ഫുൾനെസ്സിൽ അത് ഉണർത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ വിവേകം കൊണ്ട് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മളതായിട്ട് താതാത്മ്യം പ്രാപിക്കാത്തതുകൊണ്ട് അപകടങ്ങളില്ല. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ യോഗ്യനായിട്ടുള്ള ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ പരിശീലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും തുടർച്ചയായിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാസീനത വന്നാൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയോ, നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അറിയില്ല. അതിനാണ് ഈ പ്രിസെപ്റ്റർ സമ്പ്രദായം വെച്ചിരിക്കുന്നത്. ഓരോ പോയിന്റിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥയും ഈ ആത്മീയമായിട്ടുള്ള അവസ്ഥയും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോൾ ആത്മീയമായിട്ടുള്ള ഓരോ പോയിന്റുകൾക്കും നമ്മൾ അറിയുന്നത് വൈകാരികമായിട്ടുള്ള എഫക്റ്റിൽ കൂടിയാണ് അറിയുക. അപ്പോൾ ആ വൈകാരികത, അതിൻ്റെ പിന്നിലുള്ള ആത്മീയ തത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർച്ചയായിട്ടുള്ളൊരു ഗൈഡൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഹാർട്ട്ഫുൾനെസ് തരുന്ന എപ്പോഴും ഒരു പ്രിസെപ്റ്ററുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതിനെ തുടർച്ചയായിട്ടുള്ള ആഴ്ചയിൽ 1-2 സിറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ ഈ വക കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിരന്തരം പ്രോഗ്രസ്സിൻ്റെ പുരോഗതിയുടെ വഴിയാകുമ്പോൾ നിരന്തരം നമുക്ക് ഗൈഡൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണ, ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തിയാലും അത് നിലനിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് പരിശ്രമം ആവശ്യമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്ഥിതപ്രജ്ഞ എന്നുള്ള അവസ്ഥ തന്നു എന്ന് പറയും മാസ്റ്റർ. നമ്മളെന്ത് ചെയ്യുക അത് വെച്ചിട്ട്? ഭഗവാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കണം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് കർമ്മങ്ങളായിട്ട് യാതൊരു ബന്ധനവുമില്ല, ഭഗവത്ഗീതയിൽ പറയും. പക്ഷേ ഒരു നിമിഷം പോലും ഞാൻ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. കർമ്മബന്ധനങ്ങളില്ല, നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ ഒരു നിമിഷം കർമ്മം ചെയ്യാണ്ടിരുന്ന ഈ പ്രപഞ്ചം നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഉന്നതമായിട്ടുള്ള ആത്മീയ നില എന്ന് പറയുന്നത് സേവനത്തിന് വേണ്ടിയുള്ളതാണെന്ന് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? സേവനത്തിൻ്റെ മനോഭാവമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ആധ്യാത്മികമായി ഉയർത്തേണ്ടത് പ്രകൃതിയുടെ ആവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി വികസിച്ച ബോധത്തിൻ്റെ ഡയറക്ഷനിൽ വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഈ ഹാർട്ട്ഫുൾനെസ്സിൽ അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് എന്താ ചെയ്യണത്? മനസ്സ് ക്രമീകരിക്കപ്പെട്ട് മനസ്സ് ചിന്തകളുടെ മേഖല വിട്ടിട്ട് അനുഭവത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നു. ഫീലിങ്സ് ആയിട്ട് മാറും എന്ന് പറയില്ല. ഇപ്പോൾ ദിവ്യത്വം എന്നുള്ള ചിന്ത നമ്മൾ വെച്ചിരുന്നു. ദിവ്യത്വം എന്നുള്ള അനുഭവത്തിൽ നമ്മൾ സമാധിയിൽ പോകണം. അപ്പോൾ ചിന്ത അനുഭവമായി എന്നർത്ഥം. അതായത് മനസ്സിനെ അതികടന്ന് ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചു എന്നാണ് അർത്ഥം. അപ്പം മനസ്സിനൊരു പരിവർത്തനം സംഭവിച്ചു. ആ പരിവർത്തനം സംഭവിച്ച ഫീൽ ചെയ്യാൻ കഴിവുള്ള മനസ്സാണ് പിന്നീട് നമ്മൾ ജീവിതത്തിന് ഉപയോഗിക്കുന്നത്. അതുപോലെ ബുദ്ധി
ബുദ്ധിയുടെ പ്രശ്നം എന്താണ്? സംസ്കാരങ്ങളുടെ അതിപ്രസരത്തിൽ അതിന് ശരി തെറ്റ് എന്നുള്ള പരസ്പര വൈരുദ്ധ്യങ്ങൾ അതിലിങ്ങനെ മാറി മാറി വരും. അത് അപ്പോൾ സംസ്കാരങ്ങളാണ് ഈ പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ആ പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് അതീതമായിട്ടുള്ള വിവേകത്തിൻ്റെ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ നമുക്ക് തന്നിട്ടുള്ളത്. ശുദ്ധീകരണം ബുദ്ധിയെ വിവേകാക്കി മാറ്റും. അപ്പോൾ ബുദ്ധിക്ക് പരിവർത്തനം സംഭവിച്ച് വിവേകമാകുന്നു. പിന്നെ നമ്മുടെ പ്രശ്നമുള്ള സാധനം എന്താണ്? ഞാൻ എന്നുള്ള ബോധമാണ്, അഹം. അത് വിനയവും സ്നേഹവുമായിട്ട് പരിവർത്തനപ്പെടേണ്ടിയിരിക്കുന്നു. ആ പരിവർത്തനത്തിനാണ് നമ്മളെ ഹാർട്ട്ഫുൾനെസ് പ്രാർത്ഥന. അപ്പോൾ ഈ 3 പരിശീലനങ്ങൾക്കും മെഡിറ്റേഷൻ, മനസ്സ് ഫീലിംഗ് ആവണം, ക്ലീനിങ് ബുദ്ധിയെ വിവേകാക്കണം, പ്രാർത്ഥന അഹം എന്നുള്ള ബോധത്തിനെ വിനയവും സ്നേഹവുമാക്കി മാറ്റണം. ഈ കോമ്പിനേഷനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉൾവിളികളും നമ്മുടെ പുരോഗതി സംഭവിക്കുന്നത്. ഒരു മനുഷ്യനെ ഈ ലളിതമായിട്ടുള്ള ഈ പ്രാക്ടീസ് കൂടെ കടത്തിവിട്ട് ഒരു പരിപൂർണ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് ഈ ഹാർട്ട്ഫുൾനെസ് ഡിസൈൻ ചെയ്തിട്ടുള്ള പദ്ധതി എത്ര മഹത്താന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കണം. എന്താണ് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ചെയ്യണത്? ഈ പ്രാക്ടീസിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അതിനാണ് മനനം ചെയ്യണത് ഈ കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ അദ്ദേഹം ഈയിടെ പറയണത്, ഇപ്പം നമ്മൾ പറഞ്ഞു മതം അതികടക്കുമ്പോഴാണ് ആത്മീയതയുടെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. മതം അതികടക്കുക എന്ന് പറഞ്ഞാൽ മതത്തിനെ നശിപ്പിക്കുക എന്നല്ല അർത്ഥം. പിന്നെയോ മതത്തിന് അപ്പുറത്തേക്ക് പോകുക എന്നർത്ഥം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു സംഗതിയാണ് ഇന്ന് മതം എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇപ്പം നമ്മൾ ഏത് മതത്തിൽപ്പെട്ടാലും മറ്റൊരു മതത്തിൽ നിന്ന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് ബാബുജി മഹാരാജ് പറഞ്ഞു, മതം നമ്മളെ ഡിവൈഡ് ചെയ്യുന്നു, നമ്മളെ വ്യത്യസ്തരാക്കുന്നു. ആത്മീയതയാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത്. ശരിയല്ല, നമുക്കൊക്കെ അറിയാതെ. പക്ഷേ മതത്തിൻ്റെ ഗ്രിപ്പിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അതിനെ നശിപ്പിക്കണമെന്നല്ല പറയണത്, അത് മനസ്സിലാക്കി അതിനെ അതികടക്കണം. വിവേകാനന്ദ സ്വാമികൾ പറയും, നിങ്ങൾ ഏത് മതത്തിൽ വേണമെങ്കിൽ ജനിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ മതത്തിൽ തന്നെ മരിക്കണത് അത്ര ഹിതകരമല്ല. പക്ഷേ നമ്മൾ ബോധപൂർവ്വം നമ്മൾ മതത്തിൻ്റെ ആ കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമം നടത്തുന്നുണ്ടാവണം. അപ്പോഴേ നമ്മൾ ആത്മീയതയിൽ വന്ന് നിൽക്കുന്നുള്ളൂ. ഇന്ന് മതം എന്ന് പറയുന്നത് ലോകത്തിൽ, അപ്പോൾ ബാബുജി മഹാരാജ് പറയും, മതത്തിൻ്റെ പിന്നിലുള്ള 2 ശക്തികൾ എന്താ? ഭയമാണ് ഒന്ന്, മറ്റൊന്ന് ആഗ്രഹപൂർത്തീകരണമാണ്. ഒരു മതത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനുള്ള ഭയം എന്താ? ഒരു കൊടി നമുക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുക നമുക്ക്. ഇപ്പോൾ ഭയവും പ്രേരണയാണ്, ഫിയർ ആൻഡ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് അതിന് മതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പരിപാടി. ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ഗുണം കിട്ടും, ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഭയമായി, പ്രേരണയായി. ബാബുജി മഹാരാജ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയണത് എന്താ? നമ്മുടെ പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ 2 സാധനങ്ങളാണ്. എന്ത്? ഭയവും ആഗ്രഹങ്ങളുമാണ്. അപ്പോൾ എന്താണോ മതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മതത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് പ്രേരകമാകുന്നത്, അതേ സംഗതി ആത്മീയതയ്ക്ക് തടസ്സമായിട്ട് മാറുന്നു എന്നല്ലേ കാണിക്കുന്നത്. അപ്പം ഭയവും ആഗ്രഹങ്ങളാണ് ആത്മീയ സാക്ഷാത്കാരത്തിന് തടസ്സം നിൽക്കുന്നത്. അപ്പം നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്ന് മതത്തിൻ്റെ സ്വാധീനത്തിൽ പുറത്തു വരേണ്ടത് ഒരു അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യം എന്നർത്ഥം. എന്ന് വെച്ചാൽ മതത്തിനെ നശിപ്പിക്കുക എന്നല്ല,
അതികടക്കുക, ട്രാൻസെൻഡ് ചെയ്യുക ഇംഗ്ലീഷിൽ പറയുന്നത്. അത് മതത്തിന് മാത്രമല്ല, നിരന്തരമായിട്ട് ഒന്നിനെ അതികടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. മതം കഴിഞ്ഞ് ആത്മീയത, ആത്മീയത കഴിഞ്ഞ് യാഥാർത്ഥ്യം, യാഥാർത്ഥ്യം കഴിഞ്ഞ് ആനന്ദം, ആനന്ദം അതികടന്ന് ശൂന്യത, ശൂന്യതയ്ക്കും അനേകം ലെയറുകൾ. അപ്പോൾ ഒരു സംഗതി മാത്രമല്ല നമ്മൾ അതികടക്കണം, നിരന്തരമായിട്ട് പുരോഗതിയുടെ വഴിയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോഴും പലപ്പോഴും പ്രധാനപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ മതത്തിൻ്റെ ബന്ധനത്തിലായിരിക്കാം നമ്മൾ. അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇൻവോൾവായി നമ്മൾ അതിൽ വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ ആത്മീയതയുടെ മേഖലയിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നർത്ഥം. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. കാരണം മതം അതികടക്കുമ്പോഴാണ് ആത്മീയത തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മൾ ഭൗതിക ജീവിതത്തിലായാലും ശരി, ആത്മീയ ജീവിതത്തിലായാലും ശരി. അപ്പോൾ എല്ലാ ഗ്രിപ്പുകളും നമ്മൾ ഫ്രീ ആക്കുക. അതാണ് നമ്മൾ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. ഓരോരോ ബന്ധനത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നു. അപ്പോഴാണ് ആത്മാവിന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതി വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മതത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് പുറത്തു വന്ന് നോക്കിയ അപ്പോഴാണ് ആത്മീയതകളുടെ ഒരുപാട് ചോയ്സുകൾ ലോകത്തിൽ മുഴുവൻ, ഒരുപാട് ആത്മീയ സമ്പ്രദായങ്ങൾ. അപ്പോൾ അതെങ്ങനെ ഒരു ആത്മീയ സമ്പ്രദായം നമ്മൾ കണ്ടെത്തി പരിശീലിക്കും, അല്ലെങ്കിൽ ഏത് ആത്മീയ സമ്പ്രദായമാണ് ഏറ്റവും നല്ലത്, അതൊക്കെ നമുക്ക് മാസ്റ്റേഴ്സ് തന്നെ പറഞ്ഞു തരണം. അതുകൊണ്ട് ദാജി ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങളൊരു ആത്മീയ സമ്പ്രദായം സ്വീകരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ മാനദണ്ഡം, അത് ആവർത്തിച്ച് പറയുന്നത്. ഒന്നാമതായിട്ട് അതിൽ പറയുന്ന ആത്മീയ സാധന ഒരു 3 മാസമെങ്കിലും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. അതിൽ പറയുന്ന രീതിയിൽ അതിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് ശാന്തി അനുഭവപ്പെടുന്നെങ്കിൽ അതിനർത്ഥം ഈ സാധന പദ്ധതി ശരിയാണ്. ഇപ്പോൾ സാധാരണ ആൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള വഴിയാണ് നമ്മളോട് പറയണ സാധന ചെയ്യുന്നു. ഇപ്പോൾ പലപ്പോഴും ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ സിറ്റിങ്ങിലൊക്കെ ഈ ആത്മീയ സാധകന അനുഭവപ്പെടുന്നത് ശാന്തിയാണ്. ചിന്തകളില്ലാത്തൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ശാന്തി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മീയ സമ്പ്രദായം കറക്റ്റാണ്. പിന്നെയോ ഈ ആത്മീയ സാധനാ പദ്ധതിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഇതിൻ്റെ ഗുരു ഈടാക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുപോകുന്നതാണ് ഇത് നല്ലത്. ആ ആത്മീയതയിൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. കാരണം എന്താ, ഗുരുവിൻ്റെ ശ്രദ്ധയും ഭൗതികതയിലാണ്. അപ്പോൾ ഏതെങ്കിലും ആത്മീയ സമ്പ്രദായത്തിന് ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ആത്മീയത ഇല്ല എന്ന് ഉറപ്പിക്കാം. അതാണ് രണ്ടാമത്തെ മാനദണ്ഡം. മൂന്നാമത് നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രസിൻ്റെ വഴിയാണ്. ഇതാണ് അതിൻ്റെ ഫൈനൽ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതും ശരിയല്ല.
അപ്പോൾ തുടർച്ചയായിട്ടുള്ളൊരു പ്രോഗ്രസ്സിൻ്റെ വഴി, അതിന് ഫീസൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശാന്തി ഫീൽ ചെയ്യുന്നു. സാധാരണ ആൾക്ക് ഒരു ആത്മീയ സമ്പ്രദായത്തിനെ വിലയിരുത്താനുള്ള ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള 3 കാര്യങ്ങൾ പറയണം മാസ്റ്റേഴ്സ്. ഈ ഹാർട്ട്ഫുൾനെസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി യോജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു. നമസ്കാരം.